നമസ്കാരം, എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവ്വം സ്വാഗതം. കർക്കിടക മാസത്തിലെ ഈ പുണ്യദിനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് അധ്യാത്മ രാമായണം കിളിപ്പാട്ട് വായിച്ചു മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ഇന്നാണ് നമ്മുടെ ഈ 30 ദിവസ യാത്രയുടെ ആദ്യ ദിവസം. ഇന്ന് നാം ബാലകാണ്ഡത്തിലെ ആദ്യത്തെ 5 അധ്യായങ്ങൾ പരിചയപ്പെടുന്നു. രാമായണം ഒരു കഥ മാത്രമല്ല, അത് ധർമ്മത്തിൻ്റെയും വഴികാട്ടിയും ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ആധ്യാത്മിക ഗ്രന്ഥവുമാണ്. മഹർഷി വാൽമീകിയുടെ രാമായണത്തെ ആസ്പദമാക്കി തുഞ്ചത്തെ എഴുത്തച്ഛൻ മലയാളികൾക്കായി നൽകിയ അമൂല്യ സമ്മാനമാണ് അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. ഈ അധ്യായത്തിൽ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി മഹാവിഷ്ണു ശ്രീരാമനായി അവതരിപ്പിക്കേണ്ടതിൻ്റെ പശ്ചാത്തലം വിവരിക്കപ്പെടുന്നു. ഭൂമിയിലെ അധർമ്മം വർദ്ധിക്കുമ്പോൾ ദേവന്മാർ മഹാവിഷ്ണുവോട് പ്രാർത്ഥിക്കുന്നു. ധർമ്മത്തെ സംരക്ഷിക്കാനും സത്യത്തെ ഉയർത്തിപ്പിടിക്കാനുമാണ് ശ്രീരാമാവതാരം സംഭവിക്കുന്നത്. അയോധ്യയിലെ രാജാവായ ദശരഥൻ സന്താന ദുഃഖത്തിൽ കഴിയുമ്പോൾ മഹർഷിമാരുടെ നിർദ്ദേശപ്രകാരം പുത്രകാമേഷ്ടി യാഗം നടത്തുന്നു. ആ യാഗഫലമായി കൗസല്യ ശ്രീരാമനും കൈകേയിക്ക് ഭരതനും സുമിത്രയ്ക്ക് ലക്ഷ്മണനും ശത്രുഘ്നനും ജനിക്കുന്നു. ഈ ഭാഗം നമ്മെ വലിയ സത്യം പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ എത്ര പ്രയാസങ്ങൾ വന്നാലും ക്ഷമയും വിശ്വാസവും കൈവിടാതെ ധർമ്മത്തിൻ്റെ വഴിയിൽ നിൽക്കുമ്പോൾ ശരിയായ സമയത്ത് ദൈവാനുഗ്രഹം ലഭിക്കും. ശ്രീരാമൻ്റെ ജനനം ഒരു ചരിത്ര സംഭവം മാത്രമല്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ സത്യവും കരുണയും ധർമ്മവും ഉദിക്കണമെന്നുള്ള സന്ദേശം കൂടിയാണ് അത്. ഇന്നത്തെ ദിവസം ജീവിതപാഠം: ധർമ്മത്തിൻ്റെ വഴി ചിലപ്പോൾ പ്രയാസകരമായിരിക്കും, പക്ഷേ ആ വഴിയാണ് അവസാനം വിജയത്തിലേക്കും മനഃശാന്തിയിലേക്കും നയിക്കുന്നത്. ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് ദൈവം ഏറ്റവും നല്ലത് നൽകും. ഇനി നിങ്ങൾ ബാലകാണ്ഡം 1 മുതൽ 5 വരെ ഭക്തിയോടെ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും ശ്രമിക്കൂ. അപ്പോൾ രാമായണത്തിൻ്റെ മഹത്വം കൂടുതൽ അനുഭവിക്കാൻ കഴിയും. നാളെ ബാലകാണ്ഡത്തിൻ്റെ അടുത്ത 5 അധ്യായങ്ങളിലൂടെ വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങളുടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യൂ. ഇനിയും ഇത്തരം ആത്മീയ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശ്രീരാമ ജയ രാമ. എല്ലാവർക്കും രാമസ്മരണയോടെ വീണ്ടും കാണാം. നന്ദി.